നമസ്കാരം. രാജേഷാണേ. ഞാൻ എൻ്റെ ഒരു കഥ പറയാൻ വേണ്ടി വന്നതാണ്. അത് എൻ്റെ കഥയെന്ന് പറയുമ്പോൾ ഒരു പഴയ കഥയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എന്നാൽ എൻ്റെ മനസ്സിനകത്തുള്ളതിനങ്ങ് പറയാമെന്ന് വിചാരിച്ചു. പണ്ട് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ആഹാരമൊന്നുമില്ല കഴിക്കാൻ, വളരെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യപ്പെട്ട് കഴിയുന്ന സമയമാണ്. അങ്ങനെയാണ് ആഹാരമില്ലാതെ വിശന്ന് ആഹാരത്തിന് നിവൃത്തിയില്ലാതെയാണ് കാട്ടാക്കട ചായക്കട ജോലിക്ക് വേണ്ടി വന്നത്. അന്ന് ചായക്കട ജോലി എന്ന് വെച്ചാൽ ഈ എരുമയ്ക്ക് ചാണാൻ വരാനും ഈ പശുവിനെ നോക്കാനൊക്കെയാണ് ഹോട്ടലിൽ നിർത്തുന്നത്. 1-2 വർഷം നിർത്തിയതിന് ശേഷമേ നമ്മളെ കടയ്ക്കകത്തോട്ട് മേശ ഉടയ്ക്കാൻ നിർത്തുള്ളൂ. അന്നത്തെ കാലം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണം ഈ അടുക്കളയിൽ ഇരുത്തി ഒരു ഇലയിട്ട് ഈ കരിഞ്ഞ ദോശ പൊടിഞ്ഞ ദോശയൊക്കെ ആണ് ഞങ്ങൾക്ക് സാമ്പാർ ഒഴിച്ച് 10 മണിയാകുമ്പോൾ തരും. അവിടെ ചാണാൻ പാരണം, എരുമയെ കുളിപ്പിക്കണം, പശുവിനെ കുളിപ്പിക്കുന്നതൊക്കെ എല്ലാം ചെയ്തിട്ടാണ് തരുന്നത്. അങ്ങനെ ആണ് നമ്മൾ 1-2 വർഷം നമ്മൾ ചെയ്തത്. അതായത് തങ്കപ്പണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടാകും. അദ്ദേഹം എന്തെന്നറിയാം, കുറേ നല്ല ദോശയുടെ പൊടിച്ചിട്ട് നമുക്ക് തരുമായിരുന്നു. ആഹാരത്തിന് വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അന്ന് ഈ ഉണ്ടിട്ട് ഇല ഇടുമ്പോൾ ഈ ഇല വന്ന് അങ്ങനെ ചോറ് ഇല ഇങ്ങനെ തരുന്ന പലരും ചോറ് പിച്ചം വന്ന ചോറ് ഈ പെട്ടിയിൽ വാരിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം വളരെ ആഹാരത്തിന് ദാരിദ്ര്യം പിടിച്ച കാലഘട്ടമാണ്. അങ്ങനെ അവിടെ ജോലി ചെയ്ത് ചായക്കട പണി ചെയ്ത് ചായ അടിച്ചു അന്ന് 1 രൂപയാണ് ശമ്പളം, 25 പൈസ കുളിക്കാൻ. ഒടുക്കം ചായ അടിക്കാരനായിട്ട് മാറി 3 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോഴും 3 രൂപ ശമ്പളമായി. 3 രൂപ ശമ്പളമായപ്പോൾ നമുക്ക് അറിയാമല്ലോ, 3 രൂപ അന്നത്തെ വലിയ കാര്യമാണത്. അപ്പോൾ ഒരു ദിവസം ഞാൻ കാട്ടാക്കട ഒന്നും ചെയ്യാൻ കൊള്ളേ 3 രൂപ ഉണ്ട്. കാട്ടാക്കട മുടിപ്പുരയിൽ ചെന്നിട്ട്, ദേവി ക്ഷേത്രമാണ്, മുടിപ്പുരയാണ്, ഞാനൊരു വിശ്വാസിയാണ്. ആ ക്ഷേത്രത്തിൽ ഒരു രൂപ പൂവും ഒരു തിരിയും മാച്ചിട്ട് ഞാൻ അവിടെ കത്തിച്ചു. അപ്പോൾ ഞാനത് പറഞ്ഞ് ഒരു 5 ദിവസമെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ഇരുത്തി ആഹാരം കൊടുക്കാനുള്ള വഴി എനിക്കുണ്ടായി തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിച്ച് എന്തോ പിറ്റേ ദിവസം 3 ദിവസം എന്തോ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നതിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു തട്ടുകട ഇരിക്കുന്നത് വാങ്ങിക്കാൻ ആളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് എത്ര രൂപ എന്ന് ചോദിച്ചു. 350 രൂപ. അന്ന് 350 രൂപ വലിയ 350 രൂപയാണെങ്കിൽ ഒരു മാസം ഞാൻ ജോലി ചെയ്യണം. അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു 350 രൂപയാണെന്ന്. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു എനിക്ക്, പക്ഷേ പൈസയില്ല. അങ്ങനെ ഒരു ബ്ലേഡുകാരൻ്റെ ഞാൻ ചോദിച്ചിട്ട് ഒരു 1000 രൂപ എനിക്ക് പരിശീലിച്ച് കടം തരും, ബ്ലേഡ് തരുമോ എന്ന് ചോദിച്ചു. എന്ന് ചോദിച്ചപ്പോൾ കച്ചവടം തുടങ്ങാം, അവൻ തരാമെന്ന് പറഞ്ഞു. അന്ന് 1000 രൂപ വലിയൊരു എമൗണ്ടാണ്. അന്നൊന്നും ഒരു പേർപ്പെട്ട വിശ്വസിച്ച് തരില്ല, എന്തോ അവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനകത്ത് 500 രൂപ എനിക്ക് തന്നു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ 350 രൂപ കൊടുത്ത് വണ്ടി വാങ്ങിച്ചിട്ട് വെച്ചപ്പോൾ പിന്നെ മോനെണ്ണ ഒരാളുണ്ട് മുറുക്കാൻകട്ടയ്ക്ക്, അങ്ങേര് കുറേ ആക്രി സാധനങ്ങളൊക്കെ തന്നു. അതായത് സ്റ്റൗ, ഗ്ലാസ്, ഇങ്ങനെയൊക്കെ ഒരു 10-400 രൂപ സാധനം കിടന്നു തന്നു. അത് വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ഞാൻ മുടിപ്പയ്ക്കകത്തോണ്ട് വെച്ചിട്ട് എനിക്ക് എൻ്റെ അമ്മ ഒരു 100 രൂപ തന്നു മണ്ണെണ്ണ വാങ്ങിക്കാൻ. അന്ന് മണ്ണെണ്ണ സ്റ്റൗവൊക്കെയാണ്. അത് കഴിഞ്ഞപ്പോൾ സാധനം വാങ്ങിക്കാൻ എനിക്ക് പൈസയില്ല. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ, എല്ലാം ആയി. അങ്ങനെ ഞങ്ങൾ കോവി എണ്ണ, തലയാട്ടി കോവി എണ്ണ എന്ന് പറഞ്ഞത്, കോവി എണ്ണ എന്നെയും വിളിച്ചിട്ട് ഒരു സലീം എന്ന് പറഞ്ഞൊരുത്തിൻ്റെ പറഞ്ഞ കടയിൽ, മുസ്ലിം വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി. അപ്പോൾ ഞങ്ങൾ പോയത് ഒരു സാധനം കടം ചോദിക്കാനാണ്. അപ്പോൾ അവൻ എന്നെ കണ്ടോണ്ട് പറഞ്ഞിട്ടാ ഒരു തട്ടിട തുടങ്ങടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞ് തട്ടിട തുടങ്ങാൻ തന്നെ സാധനം വാങ്ങിക്കാൻ പൈസയില്ല. അപ്പോൾ അവൻ പറഞ്ഞ് ഒരു ദിവസം സാധനം ഞാൻ കടം തരാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞാണ്. ശരി, സന്തോഷമായി. ആ ഒരു സാധനം കടം തന്നു, കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി തട്ടുകട ചൊവ്വാഴ്ച ദിവസം ഞാൻ കൊണ്ട് വയ്ക്കുന്നു. അവിടെയാണ് ഒരു അത്ഭുതം എനിക്ക് തോന്നിയത്, ഈശ്വരൻ ഉണ്ടത് എനിക്ക് തോന്നിയത്. അങ്ങനെ ആ തട്ടുകട കൊണ്ട് ആളെല്ലാം ചായ കുടിക്കാൻ, ഞാൻ ചായ ചൂടായി, എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി കുറേ പേര് ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചായ അടിച്ചപ്പോൾ ഒരു പിച്ചക്കാരൻ വന്ന് പോണി കാണിച്ചു, ഒരു കപ്പ് കാണിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു ആദ്യം ചായ പിച്ചക്കാരന് കൊടുക്കണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം കൈനീട്ടി അയാളല്ലേ, നശിച്ചാൽ നന്നായാലും അതിനായിട്ട് ആ പിഷപ്പാത്രത്തിലോട്ട് ഞാൻ ചായ ഒഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായെന്ന്, അതൊക്കെ എനിക്ക് കുറേ പൈസ വാരി തന്നു. അത് അന്ന് ഇപ്പോൾ 20 പൈസ, 30 പൈസ, 50 പൈസയൊക്കെയാണ്. ഒരു പിടി പൈസ വാരി തന്നു. കൈനീട്ടായതുകൊണ്ട് ഞാൻ 2 കൈ കൊണ്ട് വാങ്ങിച്ച് തൊഴുതിട്ടു. ആ തൊഴുതിട്ട എനിക്ക് നല്ല സാമ്പത്തികം, ആ പിച്ചക്കാരൻ തന്ന പൈസയിൽ നിന്നാണ് ഇന്ന് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാട്, നല്ലൊരു വീട്, വാഹനങ്ങൾ ഒക്കെ സ്വന്തമായിട്ടുണ്ടാക്കിയത് ആ പിച്ചക്കാരൻ തന്ന പൈസയിൽ നിന്നാണ്. എനിക്കൊരു വിശ്വാസിയാണ് ഞാൻ, അത് എനിക്ക് ദൈവമുണ്ട് എന്നൊരു വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ആ പൈസ തന്നു. പിന്നെ അന്ന് ഞാൻ ഈ ജോലി ചെയ്തിട്ട് കടവരാന്തിലേക്കാണ് ചാക്ക് വിരിച്ചുകൊണ്ട് പോയി കിടക്കുന്നത്. ഇന്ന് ഞാൻ എങ്ങോട്ടും യാത്ര ചെയ്യുന്ന കാറിലാണ്. അപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓർമ്മിക്കും ഞാൻ ഇവിടേക്കാണ് കിടന്ന് ഉറങ്ങിയ സ്ഥലം എന്ന് വിചാരിക്കും. അങ്ങനെ ആയിപ്പോൾ കുറച്ച് സാമ്പത്തികങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കല്യാണമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവരൊന്നും നമ്മുടെ പെണ്ണയക്കില്ല. കാര്യം എൻ്റെ വീട്ടിൽ അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബമാണ്.
അത്ര ക്ലിയറായിട്ട് കുടുംബമല്ല. അപ്പോൾ ഞാനും ഇതുപോലൊക്കെ അത്യാവശ്യം അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ അപ്പോൾ ഒരുമാതിരിപ്പെട്ടവരൊന്നും എനിക്ക് പെണ്ണായിക്കില്ല. അവിടെ ആരെങ്കിലും വന്ന കല്യാണം ആലോചിച്ച് ആൾക്കാർ പറയും അവൻ ശരിയല്ല, അവൻ്റെ കുടുംബം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് തട്ടി മാറും. അത് കഴിഞ്ഞ് ഒരു കുടുംബത്തിൽ ചെന്ന് എനിക്കൊരു പെണ്ണ്, എൻ്റെ അണ്ണൻ, എൻ്റെ വലിയച്ഛൻ്റെ മോൻ എനിക്കൊരു പെണ്ണ് നോക്കി. അവർ വീട്ടിൻ്റെ അടുത്തുള്ള അവർക്ക് നോക്കി. ആ പെണ്ണിനൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു ആദ്യം. പിന്നെ എൻ്റെ സ്വഭാവത്തിനെക്കുറിച്ചൊക്കെ മോശമായ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അവളെ മാമൻ പറഞ്ഞു അവൻ്റെ കൂടെ പോയി അവൻ നന്നായിട്ട് നോക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചപ്പോൾ തന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ആൾക്കാരൊക്കെ ചെന്ന് വീട്ടിൽ പറഞ്ഞു, അയ്യോ ഈ പെണ്ണിനെ അയക്കുന്ന അവൻ ഇടിച്ചേ അതിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് എന്ന്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞ് കല്യാണം മുടക്കാൻ നോക്കി. അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. അവർ കല്യാണം കഴിച്ചു തന്നു. ഇന്ന് ഭംഗിയായിട്ട് 30 വർഷത്തോളം ആവാൻ ഞങ്ങൾ ഭംഗിയായിട്ട് ജീവിക്കുകയാണ്, സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല. അപ്പോൾ ഇളയമ്മ, എൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അവരെല്ലാം കൂടി ചെന്ന് എന്നെ എൻ്റെ ഭാര്യയെ ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 400 രൂപ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് പറഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ ഒരു വാടക വീട് അന്വേഷിച്ച് 200 രൂപ വാടക, അങ്ങനെ 200 രൂപ അഡ്വാൻസ് കൊടുത്ത് ഒരു 200 രൂപയ്ക്ക് വാടക വീട്ടിൽ അത് കോഴി അടച്ചിട്ടുന്ന മുറിയാണ്. അവർ ചാണാൻ മൊഴി തന്നു. ഞങ്ങൾ അന്ന് അവിടെ ചെന്ന് കിടന്നപ്പോൾ അവിടെ മൊത്തം എറുമ്പ്, കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പിറ്റേ ദിവസം എറുമ്പ് കൂടി വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കിടന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തോന്നി. ഞങ്ങൾക്ക് നല്ലപോലെ അധ്വാനിച്ച് ഞാനും കാശുണ്ടാക്കി. ഇന്ന് അത്യാവശ്യത്തിന് വീട്, വാഹനങ്ങൾ, 2-3 വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-4 വണ്ടിയുണ്ട്, വീടുണ്ട്, ജീവിക്കാനൊരു ചെറിയൊരു ചുറ്റുപാട് ഒക്കെ ദൈവം എനിക്ക് തന്നു. ഇത് എന്തിനു ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ സത്യസന്ധമായിട്ട് ജീവിച്ചാൽ, സത്യം ധർമ്മം, സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. സത്യസന്ധമായിട്ട് ആരെയും ദ്രോഹിക്കാതെ ജീവിച്ചാൽ എത്രയായിരുന്നാലും നമുക്ക് നാളും. എൻ്റെ ബന്ധുക്കളെല്ലാം കൂടെ നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അവർ അടിച്ചെടുത്ത്. എൻ്റെ സഹോദരി എന്ന് വേണം പറയാം, അങ്ങനെ ഉറപ്പിച്ച് പറയാം. എൻ്റെ അച്ഛൻ്റെ മോളല്ല, എന്നാലും അങ്ങനെ പറയാം. അപ്പോൾ അവളെന്ത് ചെയ്യുന്നത്, ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി വരുന്ന സമയം കൊണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചു, സ്ഥലവും വീടും ഒക്കെ എഴുതി വാങ്ങിച്ച് ഞങ്ങൾക്കൊന്നും തന്നില്ല. അത് പോട്ടെ, ദൈവം ഞങ്ങൾക്ക് തന്നു. അപ്പോൾ തിരിച്ച് കേസിന് പോകാമെന്ന് വെച്ചപ്പോൾ എൻ്റെ ഭാര്യയും മോനും പറഞ്ഞു, ഒരു കേസിനൊന്നും പോകണ്ട, നമുക്ക് ഈശ്വരൻ തന്നില്ലേ, അത് അവരെടുത്ത് നന്നായിട്ട് എന്ന് പറയും. പക്ഷേ ഞങ്ങൾ 30 വർഷം ആകുമ്പോൾ ഞങ്ങൾ അടുത്ത മാസം 30 വർഷം പൂർത്തിയാവും. ഞങ്ങളിത് സന്തോഷമായിട്ട്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും പിന്നെ ഒരു മോളും ഉണ്ട് എനിക്ക്, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. സർവീസിൻ്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷം. ഇത് പുറത്തിങ്ങനെ വീഡിയോയിൽ കൂടി പറയണമെന്ന് ഞാൻ മനസ്സിനകത്ത് ആഗ്രഹിച്ചു. ഇതാരും കേൾക്കില്ലെന്ന് എനിക്കറിഞ്ഞു. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എൻ്റെ കുടുംബക്കാരെ എന്നെ പറ്റിച്ചെങ്കിലും ദൈവം എന്നെ പറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് സന്തോഷമായ ഒരു ജീവിതം ഈശ്വരൻ തന്നു. നമസ്തേ.